മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ഇ.പി. ജയരാജന്റെ കുറിപ്പ് വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. ഇന്ത്യൻ വിപ്ലവ ബഹുജന പ്രസ്ഥാനത്തിന്റെ സമുന്നതമായ നേതൃത്വ പദവിയിലുള്ള സർവ്വധാരണീയനായ നേതാവാണ് സഖാവ് പിണറായി വിജയൻ എന്നാണ് മുഖ്യമന്ത്രിയുടെ 80ാം പിറന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കുറിപ്പ്. മുഖ്യമന്ത്രി അദ്ദേഹം പ്രധാനമായിട്ടും വിശേഷിപ്പിക്കുന്നതും അങ്ങനെയാണ്. ഓരോ മലയാളിയും പിണറായി വിജയനോട് വളരെയധികം കടപ്പെട്ടിരിക്കണമെന്ന് നിസ്സംശയം തന്നെ പറയാം. ഞങ്ങൾ പരിചയപ്പെട്ട കാലം മുതൽ തന്നെ ഒരു നിഴലായി അദ്ദേഹം അറിഞ്ഞും അറിയാതെയും കൂടെ തന്നെ നിന്നിട്ടുണ്ട്. ഇനിയുള്ള കാലവും അതങ്ങനെ തന്നെ തുടരുമെന്നും ഇ.പി. ജയരാജൻ കുറിക്കുകയുണ്ടായി. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഇന്ത്യൻ വിപ്ലവ ബഹുജന പ്രസ്ഥാനത്തിന്റെ സമുന്നതമായ നേതൃത്വ പദവിയിലുള്ള സർവ്വധാരണീയനായ നേതാവാണ് യഥാർത്ഥത്തിൽ സഖാവ് പിണറായി വിജയൻ. കനൽ നിറഞ്ഞ വഴികളിലൂടെ പൊരുതി മുന്നേറിയ പ്രിയ സഖാവ് 80ാം ജന്മദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഓരോ മലയാളിയും അദ്ദേഹത്തോട് യഥാർത്ഥത്തിൽ കടപ്പെട്ടിരിക്കുന്നുവെന്ന് നിസ്സംശയം തന്നെ പറയുവാൻ കഴിയും. അദ്ദേഹം നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 10ാം വർഷത്തിലേക്ക് കടന്ന ഘട്ടം കൂടിയാണല്ലോ ഇത്. നവകേരള സൃഷ്ടിയുടെ പുത്തൻ വഴി രചിച്ച് ചരിത്രമായി മാറിയ 9 വർഷമാണിപ്പോൾ കടന്നുപോയിരിക്കുന്നത്. പ്രകൃതിക്ഷോഭം, മഹാമാരി ഉൾപ്പെടെയുള്ള പ്രതികൂല അന്തരീക്ഷം തുടങ്ങിയവ ഒരു വശത്ത് നിലനിന്നിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കടന്നാക്രമണങ്ങൾ മറുവശത്തും നിലനിന്നിരുന്നു. ഇതെല്ലാം തന്നെ വകഞ്ഞു മാറ്റി മഹാപ്രതിസന്ധികളുടെ പത്മവ്യൂഹങ്ങൾ ഓരോന്നായി ഭേദിച്ച് ഉജ്ജ്വല വിജയത്തിന്റെ പെരുമ്പറകൾ മുഴക്കിയ വിജയഗാഥയാണ് നാം ഇതുവരെ കണ്ടത്. ഒരു പുരുഷായുസ് മുഴുവൻ പ്രസ്ഥാനത്തിന് നെടുന്തൂണായി നിന്ന സഖാവ്, എനിക്ക് സഖാവ്, സുഹൃത്ത്, ജ്യേഷ്ഠ സഹോദരൻ എന്നെല്ലാം വിശേഷണങ്ങൾക്കപ്പുറത്ത് എന്നെ നോക്കിയ മഹത് വ്യക്തിത്വം കൂടിയാണ്. വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിലാണ് സഖാവുമായി കൂടുതലും അടുക്കുന്നത്. ചെറുകുന്ന് സ്റ്റുഡൻറ് ഫെഡറേഷന്റെ പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ വന്നപ്പോഴായിരുന്നു ആദ്യമായി കണ്ടിരുന്നത്. അന്ന് ഞാൻ യൂണിറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു. അന്ന് നടത്തിയ ആ പ്രസംഗം ആവേശം കൊള്ളിക്കുന്നതുമാണെന്നും ഇ.പി. ജയരാജൻ തുറന്നു പറഞ്ഞു. പിന്നീട് നേരിൽ കാണുന്നത് 1964 പാർട്ടി പിളർപ്പിന്റെ കാലത്തായിരുന്നു. തലശ്ശേരി ടൗൺ ഹാളിൽ വിദ്യാർത്ഥി കൺവെൻഷനിൽ വെച്ച്. കൺവെൻഷൻ ഹാളിലാകെ പിരിമുറുക്കമായിരുന്നു അന്ന്. നവംബർ 14 കൺവെൻഷൻ നടന്നിരുന്നത്. റിവിഷനിസ്റ്റ് ചായ്വുള്ള വിഭാഗം നെഹ്റുവിനെ പുകഴ്ത്തി പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിനുമേൽ നടന്ന ചർച്ചയിൽ ആദ്യം സംസാരിച്ച പിണറായി ശക്തമായി പ്രമേയത്തെ എതിർക്കുകയായിരുന്നു. അതോടെ പിന്നീട് സംസാരിച്ചവർ രണ്ടായി തിരിയുകയും ചെയ്തു. റിവിഷനലിസ്റ്റ് ചിന്താഗതിക്കാർക്ക് പിന്തുണ കുറയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അവർ ഇറങ്ങിപ്പോവുകയായിരുന്നു. അവിടെ പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. കെ. ഗംഗാധരൻ, പാട്യം രാജൻ, പിണറായി വിജയൻ തുടങ്ങിയവർ അടങ്ങുന്നതായിരുന്നു ആ കമ്മിറ്റി എന്നത്. പിന്നീട് തളിപ്പറമ്പിൽ വിദ്യാർത്ഥി സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരവെ പാപ്പിനിശ്ശേരി റെയിൽവേ ഗേറ്റിനടുത്ത് വെച്ച് എന്നെ പോലീസ് മർദ്ദിക്കുകയുണ്ടായി. തലശ്ശേരി RDOയ്ക്ക് പരാതി കൊടുക്കാൻ അന്ന് പിണറായി എന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു. തെളിവെടുപ്പിന് എൻ്റെ കൂടെ വന്നതും പിണറായി സഖാവ് തന്നെയായിരുന്നു. മാത്രമല്ല, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തു തുടങ്ങി. പാർട്ടി ക്യാമ്പുകളിലും മറ്റു പരിപാടികളിലുമെല്ലാം ദീർഘനാൾ ഒന്നിച്ച് ചെലവഴിക്കുകയും ചെയ്തു. ഈ അടുപ്പം പിന്നീട് കുടുംബ ബന്ധത്തിലേക്ക് വഴിമാറുന്നതായിരുന്നു. പിന്നീട് ഞാൻ പിണറായിലെ വീട്ടിലും സ്ഥിരമായി പോകുവാൻ തുടങ്ങി. അമ്മയുമായും സഹോദരനുമായും വലിയ സൗഹൃദത്തിലുമായി. തുടർന്ന് അദ്ദേഹത്തിന്റെ വിവാഹശേഷം കമല ടീച്ചറുമായും നല്ല ബന്ധമാണ് തുടർന്നിരുന്നത്. വിവാഹശേഷം പിണറായിയും ടീച്ചറും കന്യാകുമാരിയിൽ പോയപ്പോൾ ഞാനും ഒപ്പം ഉണ്ടായിരുന്നു. എൻ്റെ വിവാഹശേഷം 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഗാഢമായ ബന്ധമായി ഇതെല്ലാം മാറുകയായിരുന്നു. 2 വീടുകളിലും നടക്കുന്ന ചെറിയ ചടങ്ങുകളിൽ പോലും പരസ്പരം പങ്കെടുക്കുകയും ചെയ്തു. തുടർന്ന് അത് പിന്നീട് അതിങ്ങോട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏതാണ്ട് 50 വർഷത്തോളം നീണ്ട ബന്ധമാണ് ഞങ്ങളുടേത്. ബദൽ രേഖ കാലത്ത് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ കരുത്തോടെ പിടിച്ചു നിർത്തിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു. ആ പ്രവർത്തനങ്ങളിലും കൂടെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഞാൻ. 1ാം പിണറായി മന്ത്രിസഭയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ ശരിക്കും ഭരണാധികാരിയാണെന്ന് അടുത്തറിയാനും മനസ്സിലാക്കാനുമാണ് എനിക്ക് കഴിഞ്ഞത്. ജനകീയ വിഷയങ്ങളിലും നാടിന്റെ വികസന കാര്യങ്ങളിലും അണുകിട വൃതിചലിക്കാതെയുള്ള ഇടപെടലുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അനാവശ്യവും അന്യായവും ജനവിരുദ്ധവും പ്രതിരോധങ്ങളെ മാറ്റി ലക്ഷ്യം കൈവരിക്കാനുള്ള അനാദൃശ്യമായ ഉൾക്കരുത്തും ദൃഢനിശ്ചയം അദ്ദേഹത്തിനുണ്ട്. വിഴിഞ്ഞം ഗെയിൽ പദ്ധതി, ദേശീയപാത വികസനം, കണ്ണൂർ വിമാനത്താവളം തുടങ്ങി ഓരോന്നിലും ഈ നവകേരള ശില്പിയുടെ കയ്യൊപ്പ് കാണാൻ കഴിയുന്നതാണ്. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം സഖാവിനെതിരെ വ്യക്തിപരമായും കുടുംബപരമായും എതിരാളികൾ നുണപ്രചരണങ്ങളുടെ മലവെള്ളപ്പാച്ചിലാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത്. അവയെല്ലാം തികഞ്ഞ നിസ്സംഗതയോടെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ എന്ന സഖാവിന്റെ നിലപാട് എത്രത്തോളം ആത്മവിശ്വാസത്തോടെയുള്ളതാണെന്ന് കാലം തെളിയിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശത്രുക്കൾ കഴുകന്മാരെ പോലെ റാഞ്ചാൻ നോക്കുമ്പോൾ ശിരസ്സുയർത്തി അദ്ദേഹം നിൽക്കുകയാണ്. ഭരണാധികാരിയാകുന്നതിന് മുമ്പ് സംഘടനാ പ്രവർത്തനത്തിലും അനിതര സാധാരണ നേതൃത്വ പടവും നമുക്ക് കാട്ടിത്തന്നിരുന്നു. ബദൽ രേഖ കാലത്ത് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയാണെങ്കിൽ വിഭാഗീയത പിടിച്ചുകുലുക്കിയ കാലത്ത് കേരള പാർട്ടിയെ തെല്ലും പോറലേൽപ്പിക്കാതെ നയിക്കുകയും ചെയ്തു. മാത്രമല്ല, വിഭാഗീയതയുടെ വേരുമറുത്തു. അക്കാലത്തും വ്യക്തിപരമായ ഒട്ടേറെ കടന്നാക്രമണങ്ങൾക്ക് അദ്ദേഹം ഇരയായിരുന്നു. സഖാവ് തന്നെ ഒരിക്കൽ പറഞ്ഞ പോലെ മഞ്ഞപ്പത്രക്കാർ തൊട്ട് മഹാരഥന്മാർ വരെയുള്ളവരുടെ വളഞ്ഞിട്ടുള്ള ആക്രമണം, അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഊതിക്കാച്ചിയ
പത്തരമാറ്റിന്റെ പ്രൗഢിയുമായി ഇന്ന് കേരളത്തെ അദ്ദേഹം നയിക്കുന്നത്. ഞങ്ങൾ പരിചയപ്പെട്ട കാലം മുതൽ ഒരു നിഴലായി അദ്ദേഹം അറിഞ്ഞും അറിയാതെയും ഞാൻ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. ഇനിയുള്ള കാലവും അതങ്ങനെ തന്നെ തുടരുന്നതായിരിക്കും. എൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ സംഘടനാ പ്രവർത്തനങ്ങളിലുമെല്ലാം കരുത്തും പ്രചോദനവും വഴികാട്ടിയുമായിരുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരന് വിപ്ലവ ആഭിപത്യങ്ങളോടെ ജന്മദിന ആശംസകൾ നേരുന്നു എന്ന് ഇ പി ജയരാജൻ കുറിക്കുകയുണ്ടായി.